ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു. എത്രമാത്രം ആഴത്തിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു. എത്രമാത്രമാണ് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ദ ഡെപ്ത് ഓഫ് ദെയർ ലവ് ഫോർ യു. അവരെത്രമാത്രം ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു. ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു. ഓക്കെ, സോ യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് അവരുടെ കൈകളിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് അത്രയും പ്രഷ്യസ് ആയിട്ട് ലഭിച്ചൊരു പേഴ്സൺ, അല്ലെങ്കിൽ അത്രയും അവർ നിധിയായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. അവരുടെ ജീവിതത്തെ ഇത്രയും മനോഹരമാക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നൊരു സമയമാണെന്നാണ് കാണുന്നത്. ആൻഡ് യെസ്, അവർക്ക് അവരുടെ മനസ്സിലേക്ക് ഒരുപാട് വെളിച്ചം വരുന്നൊരു സമയം. അതായത് ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതിരുന്ന മൊമെൻറ്റ്സ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ മനസ്സിലേക്ക് ഒരു പ്രകാശം കടന്നു വരുന്നു. അതായത് ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു റിയലൈസേഷനാണ് ഇവിടെ കാണുന്നത്. ഇറ്റ്സ് എ കൺഫർമേഷൻ. ഏഞ്ചൽ ഓഫ് ലവ് ആണ് വന്നിട്ടുള്ളത്. അതായത് ആ ഒരു പ്രണയം അത്രയും പെർഫെക്റ്റ് ആണ്, അത്രയും പ്രഷ്യസ് ആണ്, അത്രയും ഏഞ്ചലിക് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമ്പർ 49 കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. യെസ്, നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നതും ആ പ്രണയത്തിൻ്റെ ആഴത്തിന് തന്നെയാണ് കാണിക്കുന്നത്. എത്ര നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ആ വാതിലുകൾ, ആ പ്രണയത്തിൻ്റെ വാതിലുകളെ നിങ്ങൾക്കായിട്ട് തുറക്കപ്പെടുന്നു. മേ ബി അത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ പിണങ്ങി സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡോർ ടു റൊമാൻസ് എന്നുള്ളതാണ്. ആ ഒരു റൊമാൻറ്റിക് ഡോറ് നിങ്ങൾക്കിടയിൽ ഓപ്പൺ ആവുന്നുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും ഇത്രയും നാളും അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അവർക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രണയം തിരിച്ചു പിടിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു സോഴ്സ് ഓഫ് ലവ് അവരിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന, നെഗറ്റീവായിട്ട് ബാധിക്കുന്ന തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അത് മേ ബി അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണ് കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിങ്ങൾ തമ്മിൽ കൂടുതൽ ഡിഫറൻസ് ഉണ്ട്, ഏജ് ഡിഫറൻസ് ഉണ്ട്, ചില വ്യക്തികളെ ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ പലർക്കും പല രീതിയിലുള്ള പ്രശ്നമാണ് തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ കാണുന്നതെങ്കിലും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിലൊരു മാറ്റം വരുന്നതല്ല. നിങ്ങളും ഈ വ്യക്തിയും ഒന്നിച്ചു ചേർന്ന് സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുമെന്നുള്ളതാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ആങ്ഷ്യസ് ആകുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പോലും ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലും ഒന്നിന് വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. കാരണം അത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ തന്നെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് കഴിയുമെങ്കിലും ആ പാത്ത് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊരു പാത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ തികച്ചും അൺനോൺ ആയിട്ടുള്ളൊരു പാത്താണ്. അപ്പോൾ ഏത് പാത്തിലൂടെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഏത് തടസ്സം ഉണ്ടെങ്കിൽ പോലും അതിലെല്ലാം ഓവർകം ചെയ്ത് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു സാധ്യതയാണ് ഈ കാർഡ്. അതായത് കോണുകോപ്പിയ എന്നുള്ള കാർഡ് വരുമ്പോൾ നമുക്കറിയാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു പവറാണ് ഈ കാർഡിലെ എനർജി നമുക്ക് തരുന്നത്. ആൻഡ്
യെസ്, വിക്ടറി ആണ്. യെസ്, ഈ ഒരു കോണുകാപ്പിയ കാർഡും അതുപോലെ തന്നെ വിക്ടറി കാർഡും കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ ഒരു മൊമെൻറ്റിൽ തന്നെ അത് സാധ്യമായി കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ. ഓക്കെ. യെസ്, ദേ ആർ ഹോൾഡിങ് യുവർ ലവ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർ മറ്റാർക്കും അത് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്രയും ഇൻറ്റൻസ് ആയിട്ട് അവർ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലുള്ള സ്ട്രഗിൾസ് എല്ലാം മാറിപ്പോകാനായിട്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ലോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. ആൻഡ് യെസ്, കെയറിങ് കണക്ഷൻസ്. അവർക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് അവരെ നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളൊന്ന് നേരിട്ട് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന മൊമെൻ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് ഒരുപാട് അവർ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ കൂടെ ഉണ്ടായിരുന്നു എങ്കിലെന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. അത്രയും മാത്രം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് അവരുടെ ലൈഫിൽ ഇപ്പോൾ കുറേ സ്ട്രഗിൾസ് ഉണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ എന്താണ് ആ ഒരു സ്ട്രഗിളിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രണയത്തെ ഒരിക്കലും അതിന് വേണ്ടി ഒന്നും ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുക. അവരുടെ ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ടാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു പല പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിലും ഈ ഒരു പ്രണയത്തിൻ്റെ കാര്യത്തിൽ അവർ ഭയങ്കര സക്സസ് ആവുമെന്നുള്ളതാണ്. എന്ത് നഷ്ടപ്പെട്ടെങ്കിലും അവർ നിങ്ങളെ നേടിയെടുക്കുമെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു അറ്റാച്ച്മെൻ്റാണ് അവർക്കുള്ളത്. മാനസികമായിട്ട് അവർക്ക് നിങ്ങളോടുള്ള അടുപ്പം അല്ലെങ്കിൽ ആത്മബന്ധം എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഡീപ്പാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവർക്ക്. നിങ്ങളുടെ മുന്നിൽ അവർക്ക് ഇത്രത്തോളം എക്സ്പ്രസ് ചെയ്തിട്ടില്ല എത്രമാത്രമാണ് അവർ പ്രണയിക്കുന്നതെന്ന്. ഈ പ്രണയബന്ധത്തിൻ്റെ ആഴം ഒരിക്കലും നിങ്ങൾക്ക് അളക്കാൻ കഴിയില്ല. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയമാണ്. നിങ്ങളുടെ മുന്നിൽ പലപ്പോഴും ഒരു മുഖംമൂടി അണിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും അവരുടെ പ്രണയം എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെക്കൻഡ് ചക്രയാണ്. ആൻഡ് യെസ്, ആ ഒരു സ്ട്രെങ്ത് ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ബ്രേക്കായ സമയത്ത് അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് പറയാനൊന്നും ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. അതിൻ്റെയൊക്കെ പേരിലാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കും ലൈഫിൽ ഉണ്ടാവുന്നത്. പക്ഷെ അതിനൊന്നും ആ ഒരു സമയത്ത് ഒരു ടൈം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അവരെ നിങ്ങളെ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ അതിനുള്ള പരിഹാരം ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ. അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.